വളരെ ഹാപ്പിയായി ജീവിച്ചു പോകുന്ന ഒരു നായിക. അവൾക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഒരു കല്യാണം കഴിച്ചേക്കാമെന്ന തീരുമാനമെടുക്കുന്നു. എന്തിനായിരിക്കും കഥയിലെ ഹീറോയിൻ പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ കല്യാണം കഴിച്ചത്? 2014 റിലീസ് ചെയ്ത ദ സെക്കൻഡ് മദർ എന്ന ഈ ചിത്രത്തിന്റെ മുഴുവൻ സ്റ്റോറിയും അറിയാനായി ഈ വീഡിയോ മുഴുവനും കാണൂ. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സിനിമ തുടങ്ങുമ്പോൾ കഥയിലെ ഹീറോയിനെ കാണിക്കുന്നു. അവൾ ഒരു മ്യൂസിക് ടീച്ചറായി ജോലി ചെയ്യുന്നു. ഹീറോയിൻ അവളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുന്നതിലൂടെ കഥ ആരംഭിക്കുന്നു. കുട്ടികളെ പോലെ കളിച്ചും ചിരിച്ചുമൊക്കെ നടന്നിരുന്ന ഹീറോയിന് ഒരു ദിവസം ഒരു ഓഫർ അവളെ തേടിയെത്തി. അവൾ ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് അയാളെ കാണുന്നത്. കഥയിലെ ഹീറോയായ അയാൾ ഹീറോയിനോട് ഒരു കല്യാണാലോചന മുന്നോട്ട് വെച്ചു. പക്ഷേ വളരെ നേരത്തെ വിവാഹം കഴിഞ്ഞ ഹീറോയ്ക്ക് ഭാര്യ നഷ്ടപ്പെട്ട കാര്യവും തന്നോളം പോന്ന ഒരു മകനുള്ള കാര്യവും അവളോട് പറയുന്നു. എല്ലാം കേട്ടിട്ട് ഹീറോയിൻ അവളുടെ ഡിമാൻഡുകൾ മുന്നോട്ട് വച്ചു. എല്ലാ മാസവും എനിക്ക് ഒരു വലിയ തുക നിങ്ങൾ ശമ്പളമായി തരണം. നിങ്ങളുടെ മകനെയും ഞാൻ നന്നായി നോക്കിക്കോളാം. എല്ലാ വിധത്തിലും ഞാൻ നിന്റെ ഭാര്യയായി ഇരിക്കാം. എന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെങ്കിൽ ഈ കല്യാണം നടക്കുമെന്ന് ഹീറോയിൻ പറയുന്നു. ഒടുവിൽ ഹീറോയിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് എല്ലാ നിബന്ധനകളും എഗ്രിമെന്റാക്കി അവർ വിവാഹം കഴിക്കുന്നു. ഹീറോയിൻ അങ്ങനെ ആ വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടിലേക്ക് പോയപ്പോൾ മുതൽ ഹീറോയിന് അവിടുത്തെ എല്ലാ ജോലികളും ഭംഗിയായി ചെയ്യാൻ തുടങ്ങി. ഒപ്പം ഹീറോയുടെ തലതെറിച്ച സന്തതിയെയും ഹീറോയിൻ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. തുടർന്ന് ഒരു ദിവസം സാധനങ്ങൾ വാങ്ങാനായി ഹീറോയിൻ ഹീറോയുടെ ഫ്രണ്ടിന്റെ കടയിലേക്ക് പോകുന്നു. ആ കടയിലെ ഓണർ ഹീറോയിനെ കണ്ടതും അവളെ അയാൾക്ക് ഇഷ്ടമാകുന്നു. അവൻ അന്ന് മുതൽ അവളെ നോട്ടമിടാൻ തുടങ്ങി. തുടർന്ന് രാത്രി ഹീറോയിൻ വീട്ടിൽ വിസ്തരിച്ച് കുളി തുടങ്ങി. പക്ഷേ ജോലി തിരക്ക് കാരണം പാവത്തിന് ഡോർ അടയ്ക്കാനുള്ള ബുദ്ധി പോകുന്നില്ല. ആ സമയം ഹീറോയുടെ മകൻ ബാത്റൂമിന്റെ ഡോർ എങ്ങാനും തുറന്നു കിടക്കാൻ സാധ്യത വല്ലതും ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കി. ഒടുവിൽ ചെക്കനെ ലഡ്ഡു പൊട്ടിയ പോലെ ഒരു ചാൻസ് ഒത്തുവരുന്നു. അവൻ ഹീറോയിന്റെ കുളി മുഴുവനും അതിലൂടെ കാണുന്നു. എല്ലാം കണ്ടിട്ട് പയ്യൻ നേരെ റൂമിലേക്ക് പോയി കൈപ്പണിയും നടത്താൻ തുടങ്ങി. അടുത്ത ദിവസം ഹീറോ ഭാര്യയുടെ സൗന്ദര്യം നോക്കിയിരുന്ന് ആസ്വദിക്കാൻ തുടങ്ങി. അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവളുടെ അനുവാദം കൂടാതെ നടക്കില്ല എന്ന് എഗ്രിമെന്റിൽ ഉള്ളതുകൊണ്ട് ഹീറോ നോക്കി വെള്ളമിറക്കി ഇരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും തന്റെ മകന്റെ കാര്യത്തിൽ അവൾക്ക് വലിയ ശ്രദ്ധയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ നമ്മുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് ഹീറോ അവളോട് പറയുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്, എന്നാൽ പരിഗണിക്കാമെന്ന് അവൾ പറയുന്നു. തുടർന്ന് രാത്രി ഹീറോയിന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവരുന്നു. അവൾ വലിയ ആകാംക്ഷയോടെ അതെന്താണെന്ന് തുറന്നു നോക്കി. അതിൽ ഹീറോ അവൾക്ക് വേണ്ടി വാങ്ങിയ ഒരു ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ അവൾക്ക് ഉള്ള സന്തോഷം കൂടി ഇല്ലാതായി. ആ ഗിഫ്റ്റ് അത്രയ്ക്കങ്ങോട്ട് ഏറ്റില്ല എന്ന് ഹീറോയ്ക്ക് പിടികിട്ടി. ഒടുവിൽ ഹീറോ രണ്ടും കൽപ്പിച്ച് കളി ചോദിക്കുന്നു. എന്നാൽ അതിനവൾ അവനോട് പണം ആവശ്യപ്പെടുന്നു. പിശുക്കനായ ഹീറോ കുറച്ച് നോട്ടുകളെടുത്ത് അവൾക്ക് വച്ചു നീട്ടി. എന്നാൽ അതുപോരാ എന്നവൾ പറയുന്നു. ഒടുവിൽ അവൾ ചോദിച്ച പണം മുഴുവനും ഹീറോ കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ അന്ന് രാത്രി ഹീറോയുടെ ആഗ്രഹം പോലെ അവിടെ പരിപാടികൾ അരങ്ങേറുന്നു. തുടർന്ന് അടുത്ത ദിവസം ഹീറോയിൻ ഹീറോയുടെ മകന്റെ റൂമിലേക്ക് പോയി. അവൻ ആളൊരു വിരുദ്ധനാണെന്ന് ഹീറോയിന് ആ റൂം കണ്ടപ്പോൾ തന്നെ ബോധ്യമാകുന്നു. തുടർന്ന് അവൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വരുന്ന സമയം ആ കടയുടെ ഓണർ പയ്യൻ ഹീറോയിനെ വഴിയിൽ വെച്ച് കാണുന്നു. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിന്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങി അവൻ അവൾക്കൊപ്പം നടക്കുന്നു. അവന് ഹീറോയിനോട് അപ്പോഴേക്കും പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. അന്ന് രാത്രി ഹീറോയിന്റെ വീട്ടിലേക്ക് ഹീറോയുടെ ഫ്രണ്ടായ അവൻ ഡിന്നർ കഴിക്കാനായി വരുന്നു. ഹീറോയിൻ അങ്ങനെ അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്നു. ഹീറോയുടെ മുന്നിൽ വെച്ച് അവൻ ഹീറോയിനെ ട്യൂൺ ചെയ്യാനും തുടങ്ങി. തുടർന്ന് അന്ന് രാത്രി ധാരാളം മദ്യപിച്ചിരുന്ന ഹീറോയിന്റെ അനുവാദമില്ലാതെ ആ ലഹരിയിൽ അവളെ ബലമായി പരിപാടികൾ നടത്താൻ ശ്രമിക്കുന്നു. ഹീറോയിനെ എതിർക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. ഈ സമയം ഹീറോയുടെ റൂമിലിരുന്ന് കൈപ്പണികൾ നടത്തുകയായിരുന്നു ഹീറോയുടെ മകൻ. അടുത്ത റൂമിലെ ശബ്ദം കേട്ട് അവൻ അങ്ങോട്ട് പോയി നോക്കി. അകത്ത് ഉഗ്രൻ ക്രിയ നടക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവൻ ഒന്നും കാണാൻ കഴിയാത്ത വിഷമത്തിൽ തിരികെ പോകുന്നു. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ വല്ലാതെ മൂഡ് ഓഫിലായിരുന്നു. അവൾ പുറത്തേക്ക് പോയി തിരികെ വന്നപ്പോൾ ആ കടയിലെ പയ്യനും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവൻ ഹീറോയിനുമായി ക്ലോസ് ആകുന്നതായി സ്വപ്നം കാണാൻ തുടങ്ങി. ഇതിനിടയിൽ ഹീറോയുടെ മകൻ അവന്റെ കാമുകിയെ വളയ്ക്കാൻ ശ്രമിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഹീറോ വീണ്ടും പണം കൊടുത്ത് ഹീറോയിനുമായി പരിപാടികൾ മുറക്കി നടത്താൻ തുടങ്ങി. അയാൾക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ഹീറോയിന് ആ വീടും ജീവിതവുമെല്ലാം ബോറായി തുടങ്ങി. അവൾ ആ കടയിലെ പയ്യന്റെ ഒപ്പം കറങ്ങിയടിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഹീറോയിന് അവനുമായുള്ള കമ്പനി ഇഷ്ടപ്പെടുന്നു. ഹീറോയിനെ കാണാനായി അവൻ ഹീറോ ഇല്ലാത്ത സമയം വീട്ടിലേക്ക് വരാനും തുടങ്ങി. തുടർന്ന് ഹീറോയുടെ മകൻ അവന്റെ കാമുകിയെ കറക്കിയെടുത്ത്
വീട്ടിലേക്ക് കൊണ്ടുവരാനായി പദ്ധതിയിടുന്നു. വീട്ടിൽ ഹീറോ ഇല്ലാതിരുന്ന സമയം നോക്കി അവൻ കാമുകിയെ വീട്ടിലേക്ക് വരാനായി മെസ്സേജ് അയക്കുന്നു. ചെക്കന്റെ ഒരു വെപ്രാളമൊക്കെ കണ്ടപ്പോൾ ഹീറോയിന് എന്തോ പന്തികേടുള്ളതായി തോന്നി തുടങ്ങി. അങ്ങനെ അവൻ വിളിച്ചു വരുത്തിയ അവന്റെ കാമുകി അവിടേക്ക് വരുന്നു. അവൾ വന്നപാടെ ഹീറോയിന്റെ മുന്നിൽ തന്നെ വന്നുപെടുന്നു. മകന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവൾ സ്വയം പരിചയപ്പെടുത്തി. അപ്പോഴേക്കും ഹീറോയുടെ മകൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകുന്നു. ഹീറോയിന് അതിലൂടെ സംഗതി എന്താണെന്ന് പിടികിട്ടി. തുടർന്ന് കാമുകിയും കൂട്ടി റൂമിൽ പോയ അവൻ ആക്രാന്തം കാണിച്ച് പരിപാടികൾ തുടങ്ങി. ആ സമയം അവർക്ക് കുടിക്കാനുള്ളതും കൊണ്ട് അവരുടെ റൂമിലേക്ക് ഹീറോയിൻ ചെന്ന് കയറുന്നു. അതോടെ അവരുടെ കളികൾ മുടങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ മകൻ ചോദിച്ചപ്പോൾ ഒന്നും നോക്കാതെ അവന് ചിലവിനായി കൈനിറയെ പണം കൊടുത്തുവിട്ട ഹീറോയെ അവൾ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ആകെ മൊത്തം അവൾക്ക് മടുപ്പായി തുടങ്ങി. അവൾ സ്നേഹിക്കുന്ന അവളുടെ കാമുകന്റെ ഒപ്പം വീണ്ടും ഹീറോയിൻ കറങ്ങിയടിച്ച് നടക്കാൻ തുടങ്ങി. അവനുമായി കൂടുതൽ സമയവും അവൾ ചെലവഴിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ കാമുകനെയും കൂട്ടി ഹീറോ ഇല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വരുന്നു. ശേഷം അവർ അതിരുവിട്ട പരിപാടികൾ അവിടെ വച്ച് നടത്തി. അതിനുശേഷം ഹീറോയിൻ വലിയ സന്തോഷത്തിലായിരുന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ അവൾ കാമുകനുമായി ഒന്നിച്ചു കഴിയുന്നതായി സ്വപ്നം കണ്ട് ഉറങ്ങാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ ജോലിയിലായിരുന്ന ഹീറോയിന്റെ അടുത്തേക്ക് ഹീറോ കുറച്ച് കാശുമായി വരുന്നു. ശേഷം അവളോട് പരിപാടി നടത്താൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവൾ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൻ കാശ് കൊടുത്ത് ഹീറോയിനെ ആക്രാന്തത്തോടെ കയറി പിടിക്കുന്നു. പക്ഷേ ഹീറോയിൻ അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് അവളെ കൊണ്ട് കഴിയുന്നില്ല. തുടർന്ന് അവൾക്ക് എല്ലാത്തിനും സമ്മതിക്കേണ്ടി വരുന്നു. ഇതിനിടയിൽ ഹീറോയുടെ മകൻ ഹീറോയിനെ ഓർത്ത് കൈപ്പണി നടത്താനും തുടങ്ങിയിരുന്നു. അതിന്റെ തെളിവായി ഹീറോയിൻ ചില കാര്യങ്ങൾ അവന്റെ റൂമിൽ നിന്നും കൈയോടെ പൊക്കുന്നു. തുടർന്ന് വീണ്ടും രാത്രികളിൽ ഹീറോ പണം കൊടുത്ത് ഹീറോയിനെ പലതിനും നിർബന്ധിക്കുന്നു. എല്ലാം കൊണ്ടും അവൾക്ക് മടുപ്പായി തോന്നി. അങ്ങനെ അടുത്ത ദിവസം ഹീറോയ്ക്ക് രാവിലെയുള്ള ഫുഡ് കൂടി റെഡിയാക്കി കൊടുത്ത ശേഷം എനിക്ക് മടുത്തു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവളുടെ തീരുമാനം ഹീറോയോട് പറയുന്നു. ശേഷം അവൾ അകത്തേക്ക് പോയി പെട്ടിയും ബാഗുമൊക്കെ പാക്ക് ചെയ്യുന്നു. എന്നാൽ ഹീറോ കരഞ്ഞുകൊണ്ട് നീ പോകരുതെന്ന് പറഞ്ഞ് ഹീറോയിന്റെ കാല് പിടിക്കാനായി എത്തി. പക്ഷേ ഹീറോയെ തള്ളിമാറ്റി അവൾ ബാഗുമെടുത്ത് ഇറങ്ങി. ഹീറോ അവളുടെ പുറകെ ഓടി. എന്നിട്ടും അവൾ തീരുമാനം മാറ്റിയില്ല. തുടർന്ന് ഹീറോയുടെ മകൻ ഹീറോയിനോട് പോയി സോറി പറഞ്ഞ് അവളെ തിരികെ വരാനായി വിളിക്കുന്നു. പക്ഷേ അവനോട് കരയണ്ട എന്ന് പറഞ്ഞ് അവൾ പോകാൻ തന്നെ തീരുമാനിച്ചിറങ്ങി. ശേഷം ഹീറോയിന്റെ കാമുകൻ വഴിയിൽ അവളെയും കാത്തു നിൽക്കുന്നു. അവൻ അവളെ കൂടെ വിളിച്ചിട്ടും അവൾ അവനെ കാണാത്ത ഭാവത്തിൽ തന്നെ മുന്നോട്ട് നടന്നു നീങ്ങി. അങ്ങനെ അവർ മൂന്നുപേരും ഹീറോയിന്റെ പുറകെ പോയിട്ടും അവൾ ആരെയും തിരിഞ്ഞുപോലും നോക്കാതെ അവരുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നു. അതായിരുന്നു ഹീറോയിന്റെ ഫ്ലാഷ് ബാക്ക്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഓർത്തെടുത്ത് ഹീറോയിൻ ഇപ്പോൾ അവളുടെ പഴയ ഹാപ്പിയായ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയിരിക്കെ അവൾ വീണ്ടും ഒരാളെ കണ്ടുമുട്ടുന്നു. അയാളും ഹീറോ മുന്നോട്ട് വച്ച അതേ ഓഫറുകൾ വീണ്ടും മുന്നോട്ട് വെച്ച് കല്യാണം ആലോചിച്ച് അവളുടെ അടുത്തെത്തി. എല്ലാം കേട്ട ഹീറോയിൻ ആ കല്യാണത്തിന് സമ്മതിക്കുന്നു. അതോടെ സിനിമ അവിടെ പറഞ്ഞ് അവസാനിക്കുന്നു. ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.